ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഘുദാസ ശ്രീരാമചന്ദ്രൻ്റെ മഹാഭക്തനായിരുന്നു. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ലയൺ ഗേറ്റിനടുത്തുള്ള ഒരു വലിയ കുടക്കീഴിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഒരിക്കൽ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തിയ രഘുദാസ യജ്ഞവേദിയിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും കണ്ടപ്പോൾ രഘുദാസയ്ക്ക് ജഗന്നാഥൻ രാമചന്ദ്രനിൽ നിന്നും വ്യത്യസ്തനല്ലെന്നും രണ്ടും ഒന്നാണെന്ന് ബോധ്യപ്പെട്ടു. രഘു ജഗന്നാഥനുമായി പ്രേമപൂർണമായ ഒരു ഭക്തി വളർത്തി. ഒരിക്കൽ രഘുദാസ ജഗന്നാഥനു ചാർത്താനായി ഒരു മാല ഒരുക്കി പൂജാരിക്ക് അത് സമർപ്പിക്കുകയും ചെയ്തു. വാഴനാരിൽ പൂക്കൾ കോർത്തുണ്ടാക്കിയ ആ മാല പൂജാരി സ്വീകരിച്ചില്ല. ആ കാലത്ത് ജഗന്നാഥൻ്റെ ക്ഷേത്രത്തിൽ ഇത്തരം വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരുന്നു. നിരാശനും ദുഃഖിതനുമായ രഘു കുടിലിലേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി പൂജാരി ആരതി കഴിഞ്ഞതിന് ശേഷം ജഗന്നാഥനെ കിടക്ക ഒരുക്കാൻ വേണ്ടി ഭഗാശൃംഗര വേഷം എന്ന പ്രത്യേക വേഷം അണിയിച്ചു. അതിനുശേഷം പൂജാരി പതിവ് പോലെ ജഗന്നാഥനെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി ഒരു പുഷ്പം പോലും ഭഗവാന്റെ ദേഹത്ത് ഇരിക്കാതെ നിലത്തേക്ക് വീഴാൻ തുടങ്ങി. ഭഗവാൻ പുഷ്പങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. പൂജാരിമാരെല്ലാം ഒത്തുകൂടി തങ്ങൾ എന്തെങ്കിലും അപരാധം ചെയ്തിരിക്കണം എന്ന് കരുതി അവർ ആശങ്കാകുലരായി. പക്ഷേ അത് എന്തായിരിക്കും? തങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പൂജാരിമാർ അന്ന് രാത്രി ക്ഷേത്രത്തിൽ തന്നെ തങ്ങാനും തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് അറിയിക്കാൻ ജഗന്നാഥൻ അവരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് വരെ ഉപവസിക്കുവാനും അവർ തീരുമാനിച്ചു. അതേ രാത്രി ജഗന്നാഥൻ പ്രധാന പൂജാരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ അരുൾ ചെയ്തു: എൻ്റെ ഭക്തനായ രഘുദാസ എനിക്കായി ഒരു പുഷ്പഹാരം കൊണ്ടുവന്നു. വളരെയധികം സ്നേഹത്തോടും ഭക്തിയോടും കൂടിയാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്നത്. ബാക്കി സവിശേഷത കണ്ട നിങ്ങൾ ആ ഹാരം എനിക്ക് സമർപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചു. ഇപ്പോൾ എൻ്റെ ഭക്തൻ ദുഃഖിതനായി കുടിലിൽ കിടന്ന് കരയുകയാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ കഴിയുന്നില്ല. ഉടനെ തന്നെ പ്രധാന പൂജാരി ഉറക്കമുണർന്നു മറ്റ് പൂജാരികളോടെല്ലാം വിവരം പറഞ്ഞു. അവരെല്ലാവരും കൂടി രഘുദാസയുടെ അടുത്ത് ചെന്ന് മാപ്പ് പറയുകയും ഭഗവാനുള്ള മാല ക്ഷേത്രത്തിലേക്ക് കെട്ടിക്കൊണ്ടുവരുവാനും പറഞ്ഞു. ഇത് കേട്ട രഘുദാസയ്ക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ രഘുദാസിനെ വളരെ ഗുരുതരമായ രോഗം പിടിപെട്ടു. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചുപോയി. രഘുദാസിൻ്റെ ബോധം ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ഘട്ടത്തിൽ രഘുദാസയെ സേവിക്കാൻ ഒരു കൊച്ചുകുട്ടി വരുന്നുണ്ടായിരുന്നു. അവൻ രഘുദാസിൻ്റെ ശരീരം വൃത്തിയാക്കി ചന്ദനലേപനം ചെയ്തു. മുറി മുഴുവൻ ശുദ്ധീകരിച്ചു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രഘുദാസിൻ്റെ രോഗം കുറയുകയും ബോധം തിരിച്ചു ലഭിക്കുകയും ചെയ്തു. ബോധം തിരിച്ചു കിട്ടിയ രഘുദാസ് തന്നെ ശുശ്രൂഷിക്കാൻ വന്നിരുന്ന ആ കൊച്ചുകുട്ടി ജഗന്നാഥനാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ രഘുദാസ് ജഗന്നാഥനോട് പറഞ്ഞു: ഭഗവാനെ, അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ സേവനം എനിക്ക് ചെയ്യുന്നതിലൂടെ അവിടുന്ന് എന്നെ കുറ്റവാളിയാക്കുകയാണ്, എന്നെ കൂടുതൽ പാപിയുമാക്കുന്നു. അല്ലയോ ഭഗവാനെ, ജഗന്നാഥ, അങ്ങ് വലിയ കരുണയുള്ളവനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ കർത്താവാണ് അങ്ങ്. അങ്ങേക്ക് ചെയ്യാൻ കഴിയാത്തത് എന്താണ് ഉള്ളത്? ഭഗവാനെ, അങ്ങേക്ക് വേണമെങ്കിൽ എൻ്റെ രോഗം എളുപ്പത്തിൽ സുഖപ്പെടുത്താമായിരുന്നില്ലേ? ഒരു ചെറു പുഞ്ചിരിയോടെ ഭഗവാൻ മറുപടി പറഞ്ഞു: ഭക്ത, എനിക്ക് നിന്നെ എളുപ്പത്തിൽ സുഖപ്പെടുത്താൻ കഴിയും. പക്ഷേ നീ നിൻ്റെ എല്ലാ പ്രാരാബ്ധ കർമ്മങ്ങളിൽ നിന്നും സ്വതന്ത്രനാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ ജീവിതാവസാനത്തിൽ നിങ്ങൾ എൻ്റെ വാസസ്ഥാനത്തേക്ക് മടങ്ങി വരും. എന്നെ സേവിക്കുന്നതിലൂടെ എൻ്റെ ഭക്തർക്ക് സന്തോഷം ലഭിക്കുമ്പോൾ എൻ്റെ ഭക്തരെ സേവിക്കുന്നതിലൂടെ എനിക്കും സന്തോഷം ലഭിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളെ എപ്പോഴും സേവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും എൻ്റെ ഭക്തരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.